മൈക്രോപ്ലാസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? മൈക്രോപ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ 5 മില്ലിമീറ്ററിൽ താഴെയുള്ള ചെറിയ പ്ലാസ്റ്റിക് കണികകളാണ്. ഉദാഹരണമായി പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, ഡ്രസ്സുകൾ, പ്ലാസ്റ്റിക് പാക്കേജുകൾ എന്നിവയിൽ നിന്നൊക്കെ പൊട്ടി പുറത്തു വരുന്ന ചെറിയ കണികകളാണ്. മനുഷ്യ ശരീരത്തിൽ ഇതിനു മുൻപ് മൈക്രോപ്ലാസ്റ്റിക്സ് കണ്ടെത്തിയിട്ടുണ്ടോ? തീർച്ചയായും. ഇതിനു മുൻപ് നടന്നിട്ടുള്ള റിസർച്ചുകളിൽ ശ്വാസകോശത്തിൽ, രക്തത്തിൽ, എന്തിന് മസ്തിഷ്കത്തിൽ നിന്ന് പോലും മൈക്രോപ്ലാസ്റ്റിക് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആദ്യമായിട്ടാണ് എല്ലിൻ്റെ ടിഷ്യൂവിൽ മൈക്രോപ്ലാസ്റ്റിക് കണ്ടെത്തിയിട്ടുള്ളത്. എങ്ങനെയാണ് സയന്റിസ്റ്റുകൾ എല്ലിൻ്റെ ടിഷ്യൂവിൽ മൈക്രോപ്ലാസ്റ്റിക്സ് കണ്ടെത്തിയത്? സയന്റിസ്റ്റുകൾ 62 പേരുടെ സർജറിക്ക് ശേഷമുള്ള എല്ലുകളുടെ സാമ്പിളുകൾ പരിശോധിച്ചു. അതിൽ ഭൂരിഭാഗം പേരുടെ എല്ലുകളുടെ ടിഷ്യൂകളിലും മൈക്രോപ്ലാസ്റ്റിക് കണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. എല്ലിൻ്റെ ടിഷ്യൂവിലുള്ള മൈക്രോപ്ലാസ്റ്റിക്സ് എങ്ങനെ നമ്മുടെ ശരീരത്തെ ദോഷകരമായി ബാധിക്കും? എല്ലിൻ്റെ മെറ്റബോളിസം, സെൽ വളർച്ച എന്നിവയിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഇവ എല്ലുകളുടെ കരുത്ത് കുറയ്ക്കാം. സ്വാഭാവികമായിട്ടും എല്ലുകൾക്ക് പൊട്ടലുകൾ സംഭവിക്കാം. ചിലർക്ക് ഹോർമോൺ ബാലൻസ് പ്രശ്നങ്ങൾ ഉണ്ടാകാം. മൈക്രോപ്ലാസ്റ്റിക്സ് ശരീരത്തിലെത്തുന്നത് എങ്ങനെ? പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ നിന്ന് വെള്ളം കുടിക്കുമ്പോൾ, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് പാക്കേജിലുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ, കൂടാതെ സീ ഫുഡ് വഴിയും മൈക്രോപ്ലാസ്റ്റിക്കുകൾ ശരീരത്തിലേക്ക് എത്താം. പ്രധാനമായും വായുവിലൂടെയുള്ള പൊടിപടലങ്ങളിലൂടെയും മൈക്രോപ്ലാസ്റ്റിക് നമ്മുടെ ശരീരത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. നമുക്ക് മൈക്രോപ്ലാസ്റ്റിക്സിനെ എങ്ങനെ പ്രതിരോധിക്കാം? പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിലുകൾക്ക് പകരം സ്റ്റീലോ അല്ലെങ്കിൽ ഗ്ലാസ്സിലുള്ള വാട്ടർ ബോട്ടിലുകൾ യൂസ് ചെയ്യുക. ഈ പ്ലാസ്റ്റിക് പാക്കേജുകളുള്ള ഫുഡുകളൊക്കെ പരമാവധി ഒഴിവാക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, പ്ലാസ്റ്റിക് കത്തിക്കുന്നത് പൂർണ്ണമായി ഒഴിവാക്കുക. ഈ ഒരു റിസർച്ച് കൊണ്ട് ഫ്യൂച്ചറിലേക്ക് സയന്റിസ്റ്റുകൾ എന്താണ് ലക്ഷ്യമിടുന്നത്? അവർ പ്രധാനമായിട്ട് റിസർച്ച് നടത്തുന്നത് എല്ലുകളുടെ ടിഷ്യൂകളിൽ ഈ മൈക്രോപ്ലാസ്റ്റിക് വന്നു കഴിഞ്ഞാൽ ഭാവിയിൽ ഇത് എങ്ങനെ ശരീരത്തെ ദോഷകരമായി ബാധിക്കും, ഒപ്പം തന്നെ ഇത് വലിയൊരു ഗ്ലോബൽ ഹെൽത്ത് ഇഷ്യൂ ആയി മാറാനുള്ളൊരു സാധ്യത ഉണ്ടോ എന്നും കൂടി അവർ പഠനം നടത്തുന്നുണ്ട്.